ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് പൊറിഞ്ചു വിളിയത്തിൻ്റെത്. അണ്ടർ വാല്യൂഡായി കിടക്കുന്ന സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സുകൾക്കിടയിൽ ഒരു പ്രത്യേകമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് പൊറിഞ്ചു വിളിയത്ത്. ഇദ്ദേഹം ജിയോജിറ്റ് ഫൈനാൻഷ്യൽ സർവീസസ്, അതേപോലെ ശ്രേയസ് ഷിപ്പിംഗ് പോലെയുള്ള കമ്പനികളിൽ അണ്ടർ വാല്യൂഡായി ഇരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല നേട്ടം ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്ററാണ്. പൊറിഞ്ചു വിളിയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 210 കോടിയാണെന്നാണ് മാർച്ച് 2024 വരെ ടിക്കർ ഫിനോളജി എന്നുള്ള വെബ്സൈറ്റ് പ്രകാരമുള്ള ഒരു ഡാറ്റ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓറം പ്രോപ്ടെക് ലിമിറ്റഡ്, അതിൽ 50 കോടിയോളമുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ RPSG വെഞ്ചേഴ്സിൽ 33 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. അതുപോലെ സെൻറ്റം ഇലക്ട്രോണിക്സിൽ 21 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഓറിയൻറ്റ് ബെൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 21 കോടി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. കേരള ആയുർവേദിക് ലിമിറ്റഡിൽ 19 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൊറിഞ്ചു വിളിയത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഓണത്തിന് അദ്ദേഹം സജസ്റ്റ് ചെയ്ത 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അദ്ദേഹം ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ഐക്യോ ലൈറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് 2016 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഈ കമ്പനി പ്രത്യേകിച്ച് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് LED ലൈറ്റിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം ഇവരുടെ 89% സെയിൽസും ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഏകദേശം 11% ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2430 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് ഏകദേശം 314 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും 16% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 41%, ഇൻഡസ്ട്രി PE 59.5ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയായിട്ടാണ് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി 0.13 ആണ്. വലിയ കടബാധ്യതകളൊന്നും ഇല്ലാത്തൊരു സ്റ്റോക്ക് കൂടിയാണിത്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് -15.4% ആണ്. അപ്പോൾ ഇത്തരത്തിൽ അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കുകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, അതുകൂടാതെ PE റേഷ്യോ അതിൻ്റെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ നിൽക്കുന്ന അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പൊറിഞ്ചു വിളിയത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് അനുയോജ്യമായ ഒരു സ്റ്റോക്ക് തന്നെയാണ് ഈ ഐക്യോ ലൈറ്റിംഗ്. ഇതിൻ്റെ 3 ഇയേഴ്സ് സെയിൽസ് നോക്കുകയാണെങ്കിൽ 27% ഒരു നല്ല സെയിൽസ് ഗ്രോത്ത്, ഈ CAGR ഗ്രോത്ത് ഈ സ്റ്റോക്കിലുണ്ട്. അതുപോലെ പ്രോഫിറ്റിലും 3 ഇയേഴ്സിൻ്റെ 29% CAGR ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് ഇയർ ഈ സ്റ്റോക്ക് 17% ഗ്രോത്ത് മാത്രമേ പ്രോഫിറ്റ് കാണിക്കുന്നുള്ളൂ. അത് ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ സെയിൽസിലും ലാസ്റ്റ് ഇയറിൽ 9% ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ നൽകിയതെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെയിൽസ് ഡിപ്പിനുള്ള കാരണമായിട്ട് അവരുടെ കോൺകോളിൽ പറയുന്നത്, ഈ US ഇവർ പുതിയൊരു സബ്സിഡിയറി കമ്പനി ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഇനീഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് മാർജിനിൽ ചെറിയ തോതിലുള്ള ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അതിൻ്റെ FY25 നൽകിയിട്ടുള്ള ഒരു ഗൈഡൻസ് അനുസരിച്ചിട്ട് റവന്യൂ ഗ്രോത്ത് 20% മുതൽ 25% വരെ ഉയരുമെന്നും EBITDA മാർജിൻ 20% മുതൽ 22% വരെ ഉയരുമെന്നും കോൺകോളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഹോൾഡിങ്ങും വളരെ സ്ട്രോങ് ആണെന്ന് കാണാം. 72.5% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 0.71%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 5.12% എന്ന നല്ല ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഐക്യോ ലൈറ്റിംഗ് എന്നുള്ള പൊറിഞ്ചു വിളിയത്തിൻ്റെ ഈ ഒരു സജഷൻസ് തീർച്ചയായിട്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടേതായ പഠനം നടത്തുക. രണ്ടാമത്തെ സ്റ്റോക്ക് അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രത്യേകിച്ച് പ്രീമിയം അതുപോലെ അർബൻ ലക്ഷറി സ്പേസിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനി. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻസും ഡെവലപ്മെൻറ്റും, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രൊജക്റ്റുകളായാലും അതിലൊക്കെ മെട്രോ സിറ്റികളിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ജോഗ്രഫിക്കലി ഇവർ സ്ട്രാറ്റജിക്കലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് MMR, അതായത് ബോംബെ റീജിയണിലും അതുപോലെ NCR റീജിയൻ, ഡൽഹി റീജിയനിലുമാണ് ഇവരുടെ ആ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് കോൺസെൻട്രേഷൻ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 8162 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 128 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെയും 52 വീക്ക് ഹൈയിൽ നിന്ന് 22% ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നമുക്ക് കാണാൻ കഴിയില്ല, കാരണം അത് നെഗറ്റീവാണ്.
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി നൽകിയിട്ടുള്ളത് നെഗറ്റീവ് EPS ആണ്. യാതൊരുവിധ ലാഭവും ഈ കമ്പനി ഉണ്ടാക്കുന്നില്ല. ഫുള്ള് നഷ്ടത്തിലാണ് ഈ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.31 എന്നുള്ള ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ മറ്റൊരു കാര്യം കാണുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് 0.0 ആണ്. പ്രൊമോട്ടർ ഈ സ്റ്റോക്കിലില്ല. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 28.9%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 3.42 ആണെന്ന് കാണാം. അപ്പോൾ ഇവിടെ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം വ്യക്തമാകും. അതായത് മാർച്ച് ക്വാർട്ടറിൽ 74.89 എന്ന പബ്ലിക് ഹോൾഡിംഗ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് കുറഞ്ഞിട്ട് ഇപ്പോൾ 67.60% ആയിട്ട് കാണാം. അപ്പോൾ ജൂൺ ക്വാർട്ടറിൽ ഏകദേശം 3% ഒരു ഡൗണ് പബ്ലിക് ഹോൾഡിംഗ് കാണാൻ കഴിയും. അപ്പോൾ ആ പബ്ലിക് ഹോൾഡിംഗ് ഡൗൺ ആയിട്ടുള്ളത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വർദ്ധിച്ചതായിട്ട് കാണാം, 3.15%. അപ്പോൾ ആ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് നോക്കി കഴിഞ്ഞാൽ അത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടാണെന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിലും വർധനവുണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ കമ്പനി ഒരു മേർജർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഏപ്രിൽ 2024 ഈ ബോർഡ് ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇവരുടെ ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിനൗണ്ട് ആയിട്ടുള്ള മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ എംബസി ഗ്രൂപ്പുമായിട്ട് മേർജ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പ്രിഫറൻഷ്യൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ നമുക്ക് 0 ആയിട്ട് കാണാൻ കഴിയുന്നത്. കൂടാതെ ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോണിൻ്റെ സബ്സിഡിയറീസ്, അതായത് ബെയ്ലി ഗിഫോർഡ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്കും ഇവർ സ്റ്റേക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനിയിൽ മൊത്തത്തിലൊരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നിരുന്നു. അപ്പോൾ ആദ്യം ഈ സ്റ്റോക്ക് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ആ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരാണ് ഇപ്പോൾ മാറ്റിയിട്ട് ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നത് കാരണം കമ്പനിയുടെ ഡെറ്റ് കുറച്ച് കുറയുകയും അപ്പോൾ കമ്പനിയുടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 97% വർധനവുണ്ടാകുകയും അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 46% വർധനവുണ്ടാകാൻ കാണാൻ കഴിയും. അപ്പോൾ ഫണ്ടമെൻ്റലി വളരെ വീക്കായിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് പൊറിഞ്ചു വിളിയത്ത് സജസ്റ്റ് ചെയ്തത് വെറുതെ അല്ല എന്ന് നമുക്കിന്ന് മനസ്സിലാവും. മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 1000% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 90% വർധനവും കാണാൻ കഴിയും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ ക്വാർട്ടറിലാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള ഇതിൻ്റെ ആ ഒരു മേർജറും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ ചേഞ്ചസും ഒക്കെ ഈ സ്റ്റോക്കിന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നഷ്ടത്തിൽ പോകുമായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഇത്. കാരണം നമ്മളതിൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 2007 മുതൽ ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 50% നഷ്ടമായിരിക്കും അന്ന് മുതൽ ഇന്ന് വരെ ഹോൾഡ് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് 64% ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്രയോ വർഷങ്ങളോളം നഷ്ടത്തിൽ പോയൊരു കമ്പനി കഴിഞ്ഞ ഒരു വർഷം 64% ഒരു റിട്ടേൺ നൽകി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ആ കമ്പനിയിൽ ഒരു പുതുജീവൻ ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവായിരിക്കാം പൊറിഞ്ചു വിളിയത്ത് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടേതായ പഠനം നടത്തുക. മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ്സ് ഏഷ്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ബർഗർ കിങ് എന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, ഇൻ്റർനാഷണൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ആയിട്ടുള്ള അതിൻ്റെ 456 റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യയിലെ 107 സിറ്റികളിൽ ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ 510 റെസ്റ്റോറൻറ്റുകളായിട്ട് ഇത് ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ഈ ഫൈനാൻഷ്യൽ ഇയറിലുള്ള അവരുടെ ഗോൾ. ബർഗർ കിങ്ങിൻ്റെ ഇന്ത്യയിലെ മാസ്റ്റർ ഫ്രാഞ്ചൈസി ആണെന്ന് കൂടാതെ ഇവർ പോപ്പോയസിൻ്റെ ബർഗർ കിങ് ഇന്തോനേഷ്യയിലെ ഫ്രാഞ്ചൈസി കൂടിയാണ്. അപ്പോൾ ഇവരുടെ ഓപ്പറേഷൻ ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഒരേപോലെ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 5266 ഇതും ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 106 രൂപയാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 21% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൽ നമുക്ക് പി റേഷ്യോ കാണാൻ കഴിയില്ല, കാരണം ഇതും നഷ്ടത്തിലോടുന്നൊരു കമ്പനിയാണ്. ഇവരുടെ EPS നോക്കുക, എല്ലാം നെഗറ്റീവാണെന്ന് കാണാം. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടെല്ലാം നെഗറ്റീവാണ് EPS, ഏർണിംഗ് പെർ ഷെയർ എന്നൊരു സാധനം ഈ സ്റ്റോക്കിൽ ഇല്ല എന്നർത്ഥം. ഈ കമ്പനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കാണുന്നത് അതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. അത് 2.28% ആണ്. അത്യാവശ്യം നല്ല കടമുള്ള ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഈ കടം കൂടിക്കൂടി വരുന്നതായിട്ടും കാണും. അതിൻ്റെ ബോറോയിങ്സിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോ വർഷവും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് പൊറിഞ്ചു വിളിയത്ത് ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കടം വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ കഴിയുന്നത് ഇവർ 2022 ഇന്തോനേഷ്യയിലുള്ള അവരുടെ ബിസിനസ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പോപ്പേയസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ചെയിൻ ഇന്തോനേഷ്യയിൽ
149 സ്റ്റോറുകളാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഫിക്സഡ് അസറ്റിൽ കാണാൻ കഴിയും അത് ഇങ്ങനെ ഇൻക്രീസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കടമെന്ന് പറയുന്നത് അവരുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര നാളും നഷ്ടം വരുത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള റിസൾട്ടുകൾ വളരെ പ്രോമിസിംഗ് ആണെന്ന് കാണാം. അപ്പോൾ കമ്പനിയുടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 5% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 2% വർധനവും വന്നതായിട്ട് കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 8% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 43% വർധനവും കാണാം. അപ്പോൾ ഈ ഒരു തകർപ്പൻ എന്ന് പറയാൻ കാരണം ഇതുവരെ നഷ്ടത്തിൽ വന്ന ഒരു കമ്പനിയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും അത് പൊറിഞ്ചു വലയത്തിൻ്റെ റഡാറിൽ വന്നിട്ടുണ്ടാവും. കൂടാതെ ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ലോ ആണ്. 15% പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റലി വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 18% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 28% ഹോൾഡിംഗും ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ലോ ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മറ്റ് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും വമ്പിച്ച ഒരു ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. കൂടാതെ പബ്ലിക് ഹോൾഡിംഗ് 37% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോൺകോളിൽ പറയുന്നത് അടുത്ത സെക്കൻഡ് ഹാഫ് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു നല്ലൊരു റിക്കവറി ഇവരുടെ ബിസിനസ്സിൽ ഉണ്ടാവുമെന്നും അതിലുള്ള ഒരു ഓപ്റ്റിമിസമാണ് അവർ അതിൽ പ്രകടിപ്പിക്കുന്നത്. കൂടാതെ 2027 ആകുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ലോങ് ടേം മാർജിനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 69% മാർജിൻസ് ഇവർ നേടുമെന്നാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലും കമ്പനിയും പോസിറ്റീവാണ്, പൊറിഞ്ചു വലയത്തും പോസിറ്റീവാണ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും പോസിറ്റീവാണ്. പക്ഷേ ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ നമുക്കെല്ലാം വീക്കായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ പഠനം നടത്തുക. ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.